ഈ ചോലയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ സനൽകുമാർ ശശിധരൻ ആ പോസ്റ്റിൽ പറഞ്ഞൊരു കാര്യമാണ് ചോല അധിക സ്ഥലങ്ങളിലും പിന്നീട് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലൊക്കെ പിന്നെ വിലക്കപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ റൈറ്റ് ജോജു ജോർജ് ഈ റൈറ്റ് ദിലീപിന് വിറ്റു എന്നാണ്. നടൻ ദിലീപിന് വിറ്റു. അപ്പോൾ കയറ്റം ചെയ്തതിന് ശേഷമാണ് ദിലീപുമായിട്ടുള്ള ഇഷ്യൂസൊക്കെ വരുന്നത്. മഞ്ജു വാര്യരെ വെച്ച് കയറ്റം ചെയ്തതിന് ശേഷമാണ് സനൽകുമാർ ശശിധരൻ്റെ സിനിമകളെല്ലാം ഒതുക്കപ്പെട്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടായി ആ പോസ്റ്റിൽ. അങ്ങനെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ടോ? അത് ഈ പറഞ്ഞ പോലെ ആള് പറഞ്ഞിട്ടുള്ള അറിവുകൾ എനിക്കുള്ളൂ. കാരണം ചോല കഴിഞ്ഞിട്ടാണ് അത് ആ സിനിമയിലൊന്നും ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതല്ല. അതുകൊണ്ട് നിങ്ങൾക്കറിയാവുന്ന പോലെയുള്ള അറിവുകൾ എനിക്കും ഉള്ളൂ. ആള് ഷെയർ ചെയ്തിട്ടുള്ള അറിവുകളേ ഉള്ളൂ. അല്ലാതെ ഡയറക്റ്റ് എക്സ്പീരിയൻസ് ആയിട്ട് പറയാനായിട്ട് എനിക്ക് ഡയറക്റ്റ് അങ്ങനെ ഇൻവോൾവ് ആയിട്ടുള്ള കേസുകൾ അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന പടത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. നിരന്തരം ദിലീപിനെതിരെ രൂക്ഷമായിട്ട് ഇങ്ങനെ പോസ്റ്റുകൾ ഇടാറുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഒതുക്കിയതിന് ശേഷമാണ് ഇങ്ങനത്തെ പോസ്റ്റുകൾ വന്നിട്ട് കണ്ടത്. ഇന്നലെയും കൂടി ഓരോ പോസ്റ്റുകൾ കണ്ടു, കഴിഞ്ഞ ദിവസവും കൂടി. അതാ ചോദിച്ചത്. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നൊരു ബന്ധം ഉണ്ടോ നിങ്ങൾ തമ്മിലെന്ന് സനൽകുമാർ ശശിധരനുമായിട്ട്? അല്ല, അങ്ങനെ അത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമല്ലേ, സനലേട്ടൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിപ്പോൾ ഡിസ്കസ് ചെയ്താലും അങ്ങനെയല്ലല്ലോ. അത് ഇപ്പം എനിക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ഇല്ല ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും. എക്സ്പീരിയൻസ് ഇല്ല.